മോട്ടോർ സൈക്കിൾ ഡയറീസ് ജോണിനൊപ്പം എന്ന് പറഞ്ഞ് പ്രൊഫസർ ശോഭീന്ദ്രൻ എഴുതിയൊരു പുസ്തകമാണ്. ഈ ശോഭീന്ദ്രൻ മാഷ് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഈ പുസ്തകത്തിൽ ജോൺ അബ്രഹാമിൻ്റെ അക്രമങ്ങൾ അതിക്രമങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ രണ്ട് മനുഷ്യർ, നമ്മൾ ഈ കവറിൽ കാണുന്ന രണ്ട് മനുഷ്യർ നോർത്ത് പോളും സൗത്ത് പോളും പോലെയുള്ള മനുഷ്യരായിരുന്നു. ശോഭീന്ദ്രൻ മാഷ് ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഈ പരിസ്ഥിതി ബോധം ഒരുപാട് വിദ്യാർത്ഥികളിൽ പരത്തിയിരുന്ന വളരെ ജെന്റിൽമാനായിട്ടുള്ള, വളരെ മിതഭാഷിയായിട്ടുള്ള, സ്നേഹത്തിൻ്റെ ഒരു സ്വരൂപമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. ജോണാണെങ്കിൽ കയോസിൻ്റെ, അരാജകവാദത്തിൻ്റെ ഒക്കെ അപ്പോസ്തലൻ എന്ന് പറയാവുന്ന ഒരാൾ. ഈ ജോണിനെ സംബന്ധിക്കുന്ന ഒരുപാട് തമാശകൾ നമ്മൾ ഈ പറഞ്ഞ ഈ ജോൺ അബ്രഹാം പുസ്തകത്തിനകത്തൊക്കെ ജോണിനെ സംബന്ധിക്കുന്ന ഒരുപാട് തമാശകളുണ്ട്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തമാശയുണ്ട്. ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടൂർ ഭാസിയെ ഒരു തെങ്ങിൽ കയറ്റി ഇരുത്തിയിരിക്കുക. ഇപ്പോൾ ചെറിയ കുടവേറൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അത് കയറാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ജോണിനെ പേടിച്ചിട്ട് അദ്ദേഹം അതിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ജോൺ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നീങ്ങുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ജോണിനെ കാണുന്നില്ല. അപ്പോൾ ജോൺ അബ്രഹാം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തെറി കിട്ടുമോ എന്നുള്ളത് പേടിച്ചിട്ട് അടൂർ ഭാസി പൊത്തിപ്പിടിച്ച് തെങ്ങിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു കള്ള് ഷാപ്പിൽ നിന്ന് പാസ് ഔട്ടായ പരുവത്തിലാണ് ജോൺ അബ്രഹാമിനെ നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നാഗമ്പടത്ത് ഒരു വലിയ സുവിശേഷ പ്രഘോഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രസംഗിച്ചിരുന്ന ആൾ യേശു വെള്ളത്തിന് മീതെ നടന്ന അത്ഭുതത്തെക്കുറിച്ച് പറയുന്നു. ജോൺ അതിന് കൊടുത്ത കൗണ്ടർ ഇതാണ്: അത് വലിയ കാര്യമൊന്നുമില്ല, ഞാൻ 24 hours വെള്ളപ്പുറത്ത് നടക്കുന്ന ആളാണ് എന്നുള്ളതാണ്. അതേപോലെ അദ്ദേഹം കോമ്രേഡ് എന്ന് പറയുന്ന ഒരു വിപ്ലവ ചിന്തയുള്ള ആൾക്കാർ നടത്തുന്ന ഒരു മാസികയുടെ ഓഫീസിൽ കയറിയിട്ട് ചോദിക്കുന്നു, നിങ്ങൾ വിപ്ലവം നടത്താനായിട്ടുള്ള ഒരുക്കത്തിലല്ലേ? അതെ. നിങ്ങൾ കേരളത്തിൽ ഒരു 40% ആൾക്കാരെ വിപ്ലവത്തിന് സജ്ജരാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. അപ്പോൾ അതെങ്ങനെയെന്ന് അത്ഭുതത്തോടെ അവർ ചോദിക്കുന്നു. ബാക്കി 60% മദ്യപാനികളാണ്, അവരുടെ കാര്യം ഞാൻ ഏറ്റു എന്ന് ജോൺ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ജോൺ ഫലിതങ്ങളുണ്ട്. അത്തരത്തിൽ സഞ്ചരിച്ച ഒരു മനുഷ്യനുമായിട്ട് ഇത്തരത്തിൽ പോയ വളരെ ജെന്റിൽമാനായിട്ടുള്ള ഒരു മനുഷ്യൻ ജോണിനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബൈക്കിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രസകരമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ലഭിക്കും.